കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ടാൻസാനിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. റാഫി കരീം കൊച്ചിൻ. റാഫി, ഇതേ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെട്ടു എന്ന് പരാതി കൊടുത്തു. അതിൽ വിജിലൻസ് അന്വേഷണം അടക്കം ഉണ്ടായ ഒരു കേസിൽ കൂടിയാണ് ഇപ്പോൾ പരാതിക്കാരൻ ഇഡി കേസിൽ അറസ്റ്റിലാകുന്നത്. വിവരങ്ങൾ അസുഖയിൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെ 10 തവണ ഇഡി അനീഷ് ബാബുവിന് സമൻസ് അയച്ചിരുന്നു. ഈ 10 തവണ സമൻസ് അയച്ചതിൽ ഒരു തവണ മാത്രമാണ് അനീഷ് ബാബു ഹാജരായത്. ഇതിനിടയിലായിരുന്നു പിന്നീട് ഈ കേസ് ഒതുക്കി തീർക്കാനായി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസിന് പരാതി നൽകുന്നത്. പിന്നീട് ഇതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം നടത്തുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ കേസിൽ പ്രതിയാക്കുകയും ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി അനീഷ് ബാബു കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് അനീഷ് ബാബുവിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പച്ചാളത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അല്പസമയം മുൻപാണ് അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കരയിൽ വാഴവിള കാഷ്യൂസ് എന്ന കമ്പനി നടത്തി വന്നിരുന്ന അനീഷ് ബാബു ഈ മേഖലയിലുള്ള ആളുകളിൽ നിന്ന് ടാൻസാനിയയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വാങ്ങിയെന്നായിരുന്നു ഉണ്ടായിരുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 എഫ്ഐആറുകൾ അനീഷ് ബാബുവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പണമിടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടോ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ടോ എന്നായിരുന്നു ഇഡി അന്വേഷിച്ചിരുന്നത്. 2021 ഇതുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് പലതവണയായി അനീഷ് ബാബുവിനെ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. അനീഷ് ബാബുവും ഒപ്പം തന്നെ അനീഷ് ബാബുവിന്റെ അമ്മയും ഈ കേസിൽ പ്രതിയാണ്. ഇരുവരും ഇഡിക്ക് മുന്നിൽ ഒരു തവണ മാത്രമാണ് ഹാജരായത്. ഈ ഒരു തവണ ഹാജരായപ്പോൾ അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഇഡി ആവശ്യപ്പെട്ട രേഖകളും ഹാജരാക്കിയിരുന്നില്ല. തുടർന്നായിരുന്നു ഇത്തരത്തിൽ കൈക്കൂലി വിവാദമെല്ലാം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ വീണ്ടും ഈ അന്വേഷണം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പുതിയൊരു സംഘം. ഇതിനിടയിലാണ് വീണ്ടും ഹാജരാകാൻ അനീഷ് ബാബുവിന് നോട്ടീസ് നൽകുന്നതും അനീഷ് ബാബു ഹാജരാകാതിരുന്നതും. എന്തായാലും നിലവിൽ അനീഷ് ബാബുവിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത അനീഷ് ബാബു നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ഇഴയുന്നു എന്ന് കാണിച്ച് കോടതി അടക്കം സമീപിച്ചിരിക്കുകയാണ് അനീഷ് ബാബു. റാഫി കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.